ഹോംലി ടെസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് തോരനാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ക്യാരറ്റ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു 150 ഗ്രാം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, ഒരു സവാള. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഈ സവാളയും കൂടെ ഇതുപോലെ ഉരച്ചെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തത്, ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ക്രബ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. എണ്ണയിലൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ക്യാരറ്റ് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചത് തയ്യാറാക്കാം. അതിലേക്കായി ഒരു പിടി തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരൽപ്പം ജീരകം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് ചെയ്തെടുത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് വേകും. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് എടുക്കാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഷോർട്ട് ബ്രേക്ക്.